ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നാടൻ അടിപൊളി പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് കേട്ടോ ഒറിജിനൽ പെപ്പർ ചിക്കൻ. അതിന് വേണ്ട സാധനമൊക്കെ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ചിക്കനാണല്ലോ, അതും കഴുകി മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും അതുപോലെ ഉപ്പും മറ്റുള്ള മസാലകൾ ഗരം മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് പെരക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. നന്നായിട്ട് തേങ്ങ വേണം, നാടൻ വിഭവമായതുകൊണ്ട് തന്നെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി കൊത്തിയരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ നന്നായി കൊത്തിയരിഞ്ഞതും പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇതൊക്കെ റെഡിയാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ എന്നല്ല, കുറേ സമയം എടുക്കും, പക്ഷെ പണി കുറവാണ്. ആദ്യം തന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് നല്ല നാടൻ കറിവേപ്പില ഇടുക. അതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായി ചൂടായി വരുമ്പോഴേക്ക് നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളി, ഇഞ്ചി അതുപോലെ ഉള്ളി, ഇവ മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നന്നായി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊത്തി എല്ലാ സാധനവും അരിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചെയ്താൽ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഓരോ പീസ് എടുക്കുമ്പോഴും ഈ ഒരു സാധനങ്ങളൊക്കെ അത് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇത് നന്നായി വാടിയ സമയത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഇത് ചെറു തീയിൽ ഒരുപാട് സമയത്ത് വേവിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനും മറ്റൊരു സാധനങ്ങളും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഇതുപോലെ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇരുമ്പ് ചട്ടിയിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ ഉണ്ടാക്കിയത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ വളരെ പഴകിയ ഇരുമ്പ് ചട്ടിക്ക് എടുക്കുക. കാരണം ഈ ചിക്കൻ അങ്ങനെ അടിക്ക് പിടിക്കാതൊക്കെ നോക്കണം, ശ്രദ്ധിക്കണം. സാധാരണ തേങ്ങ എല്ലാവരും അവസാനമാണ് കൂട്ടുക ചിക്കനൊക്കെ വെന്ത ശേഷം. പക്ഷേ ഈ ചിക്കനിൽ നമ്മൾ ആദ്യം തന്നെ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയും നന്നായി വെന്ത് ചിക്കൻ്റെ കൂടെ അങ്ങ് പിടിച്ചിരിക്കണം. ലാസ്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഓരോ ചിക്കൻ്റെ പീസിലും നമ്മുടെ എല്ലാം ഈ ഇട്ട കഷ്ണങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്തില്ല. ചിക്കൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. നമ്മൾ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇളക്കി കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ എണ്ണയും അതുപോലെ ചിക്കൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ചിക്കൻ നേരത്തെ നമ്മൾ ഓൾറെഡി കുറേ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന പൊടി എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമേ പറഞ്ഞു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞു. അതുകൊണ്ട് ഇതിന് എരിവങ്ങാനും കുറവുണ്ടെങ്കിൽ അതിനാവശ്യത്തിന് നമ്മൾ പെപ്പർ ചേർക്കും. ആവശ്യത്തിന് ഒരു പടി കൂടുതലായിട്ടായിരിക്കും പെപ്പർ ചേർക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളത്തിന് പകരം നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാവുന്നതാണ്. വലിയ കഷ്ണങ്ങളാക്കാതെ അടിച്ചിട്ടൊക്കെ ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അതോടെ കഴിഞ്ഞ് കുറച്ചുകൂടി സമയം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ട് ഇത് വരട്ടി എടുക്കണം. ഇതിലത്തെ ഓയിലൊക്കെ പുറത്തേക്കായിട്ട് വരും. ചിക്കൻ പീസൊക്കെ വേറെ ആയിട്ട് വരും. അതുപോലെ ഇതിലത്തെ ഓയിൽസൊക്കെ വേറെ. ഇതാണ് ശരിക്കും പെപ്പർ ചിക്കൻ. നമ്മുടെ കടയിലൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പം കോൺഫ്ലവറൊക്കെ മുക്കി അതുപോലെ മുകളിൽ മാത്രം ഏറ്റവും പുറത്തത്തെ കോട്ടിങ്ങിൽ മാത്രം ആണ് പെപ്പറൊക്കെ വരിക അധികവും. പക്ഷേ ഇത് കഴിക്കുമ്പം ശരിക്കും പെപ്പറിൻ്റെ ഫ്ലേവറും വരും. അതുപോലെ നല്ല വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. തേങ്ങയും ഒക്കെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇടുക. മല്ലിയില നാടനല്ല, ഇതിന് പകരം കറിവേപ്പിലൊക്കെ ഇടാവുന്നതാണ്. മല്ലിയില ഉണ്ടായതുകൊണ്ട് മല്ലിയില ഇട്ടു. അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. അപ്പം നമ്മുടെ അടിപൊളി സാധനം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നന്നായിട്ടുണ്ടാവും.